കുട്ടി കയറി ചെന്നാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി ചെന്നാൽ അവരെന്തോളം പീഡനം അല്ലെങ്കിൽ മാനസിക സ്ട്രെസ്സുകൾ അനുഭവിച്ചാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നെല്ലാം അറിയാം. അവരനുഭവിക്കുന്ന മാനസിക പീഡനത്തിന് പോലും ഇവർ പൈസ കൊടുക്കണം. കോവിഡ് കാലത്ത് ഇന്ന് പല ആളുകളും ഇവിടെ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് നമ്മൾക്കൊപ്പരം നിന്ന ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഫോട്ടോ എടുക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് റീച്ച് കൂട്ടാൻ ഉപയോഗിച്ച മാലാഖ എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ച അതേ നഴ്സുമാര് അവർക്ക് വേണ്ടിയിട്ട് 1337 രൂപ ആ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 40,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം കൊടുക്കാൻ തയ്യാറാവാതെ ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാതെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്തു കൊള്ളട്ടെ, ഇവരുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇവരൊക്കെ വിദേശത്തേക്ക് പോയിട്ട് വലിയ ശമ്പളം വാങ്ങിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഉളുപ്പും നാണവും മാനവും ലെവലേശം ഉണ്ടാവണം എന്നത് മാത്രമാണ് ശരിക്കും പറയുവാനുള്ളത്. നമസ്കാരം. നഴ്സുമാരുടെ സമരത്തിനിടയ്ക്കാണ് ഇവരെല്ലാവരും തന്നെ ഇവിടെ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയുടെ വാതിക സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി വാർത്തകൾ വഴിയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ശമ്പളം, അതായത് 40,000 രൂപ അടിസ്ഥാന ശമ്പളം ഇവർക്ക് കൊടുക്കണം എന്ന ആവശ്യം, അതുപോലെ തന്നെ തുല്യനീതി നടപ്പാക്കുക എന്ന് പറയുന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞുപോയ കോവിഡ് കാലം, ആ ഒരു മഹാമാരിക്കിടയിൽ നേഴ്സുമാർക്കൊപ്പരം ഫോട്ടോ എടുക്കാനും അവർക്ക് അവാർഡ് കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ മഹാമാരിയൊക്കെ കഴിഞ്ഞു, ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടൊക്കെ നടത്തി കഴിഞ്ഞു. ഇപ്പൊ അവരെ ആർക്കും വേണ്ട. അവർക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളം കൊടുക്കണമെന്നൊരു ബില്ല് പാസ്സാക്കിയാൽ മാത്രം മതി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. പക്ഷെ അത് ചെയ്യാൻ ആരും ഇതുവരെ തയ്യാറല്ല. നിങ്ങൾ കോർപ്പറേറ്റുകളെയൊക്കെ സംരക്ഷിച്ചോളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്നതാണ് മന്ത്രിമാരുടെ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട്, മന്ത്രിമാരുടെ പെട്രോൾ അലവൻസ്, ഫോൺ ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ബില്ല് അവതരിപ്പിക്കുന്ന ഒരു നാട്ടില്, ആ ബില്ല് എല്ലാവരും കൂടി ഐക്യകണ്ഠേന പാസ്സാക്കുന്ന ഒരു നാട്ടില് അടിസ്ഥാനപരമായ 40,000 രൂപ ശമ്പളം കൊടുക്കാത്തതിന് സമരം ചെയ്തിട്ട് നാളുകളേറെയായിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ. 40,000 രൂപ ശമ്പളം എന്ന് പറയുന്ന ഒരു വലിയ കൂടിയ ശമ്പളമായിട്ട് നമുക്ക് ഇതുവരെയും ജനങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല. കാരണം ഒരു ദിവസം 1333 രൂപയാണ് അതിൽ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ ആ ഒരു ശമ്പളം കൂടിയേ തീരുള്ളൂ. നമ്മളെ ശമ്പളം മാത്രമല്ല, നമ്മളെ ജീവിതചര്യകളും ആശുപത്രിയിലെ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ഈ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആശുപത്രികളിൽ സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോ വളരെ വ്യത്യാസമാണ്. NABH JCI റൂൾ പ്രകാരം 1:5 1:6 എന്നുള്ള നിലയിൽ നിൽക്കേണ്ട സമയത്ത് ഒരു നേഴ്സ് 5 പേഷ്യൻറ്റിനെ 6 പേഷ്യൻറ്റിനെ നോക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ നോക്കുന്നത് 10 മുതൽ 12 വരെ പേഷ്യൻറ്റിനെ 8 നൈറ്റ് വരെ എടുത്താൽ മതി എന്നുള്ള സാഹചര്യത്തിൽ നിന്നും 12 മുതൽ 15 വരെ നൈറ്റ് ഡ്യൂട്ടി വരെ ഒരു മാസം ഒരു നേഴ്സ് എടുക്കേണ്ട അവസ്ഥയുമാണ്. ഒരു വർഷം കിട്ടുന്ന ലീവുകൾ പോലും കംപ്ലീറ്റ്ലി തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കൊണ്ട് പ്രൈവറ്റ് ആശുപത്രികളിലെ നഴ്സുമാർക്കുള്ളത്. ഒരാവശ്യത്തിന് ലീവ് ചോദിക്കുമ്പോൾ ലീവില്ല, പേഷ്യൻറ്റിനെ നോക്കാൻ ആളില്ല എന്നുള്ളൊരു സ്ഥിരം പല്ലവി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതിപ്പം പോരാഞ്ഞിട്ട് ശമ്പളവും കൂടി തരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗം അറിയില്ല. ഒരുപാട് ആളുകൾ പുറമെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല എഴുത്തുകളിലൂടെയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, 40,000 രൂപ അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ട് നിങ്ങൾ സമരത്തിന് ഇറങ്ങുന്നു. ഇതുവരെ ആർക്കും അറിയാത്തൊരു സംഗതിയാണ്, നിലവിൽ കൊടുക്കുന്ന അടിസ്ഥാന ശമ്പളം എത്രയാണ്? ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 20,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വെറും 20,000 രൂപ നേഴ്സിന് ഇവിടെ കിട്ടുന്ന അടിസ്ഥാന ശമ്പളം. അല്ലാതെ ഒരു മിനിറ്റ് ഞാനൊന്ന് ഇടപെടുകയാണ്, കാരണം ഇതൊരു പുതിയ അറിവാണ്. കാരണം ഒരു പരിധിവരെ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് 30, 35, 38 ഒക്കെ കൊടുക്കുന്നത് 40,000 രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ സമരം ചെയ്യുന്നതാണെന്നല്ല. വെറും 20,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് നഴ്സുമാർ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന അടിസ്ഥാന ശമ്പളം എത്രയാണ്? 40,000 രൂപയ്ക്ക് മുകളിലാണ്. 40,000 രൂപയ്ക്ക് മുകളിൽ. അതായത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ 40,000 രൂപയ്ക്ക് മുകളിൽ അടിസ്ഥാന ശമ്പളം കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പറയാം ഞാൻ ഏതോ വലിയ ആളാണ് എന്ന് പറഞ്ഞ് വലിയ ഭാവത്തിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദ്രോഹിക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാർ സമീപിക്കുന്നുണ്ട്. ഇവർ നഴ്സുമാരാണ്, ഞാൻ ആരെയും അവഹേളിച്ച് പറയുന്നതല്ല. ചില സ്ഥലങ്ങളിൽ നടക്കുന്ന കാഴ്ചയാണ്. അനവധി പോസ്റ്റുകൾ, കാര്യങ്ങൾ, വാർത്തകളൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മളെ വീട്ടിലുള്ള ഒരാൾ നമ്മളെ പരിചരിക്കുന്നത് പോലെ പലപ്പോഴും നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ നോക്കാറുണ്ട്. എനിക്ക് അനുഭവമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുക,
അങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും അടിസ്ഥാന ശമ്പളം ഇവിടെ 40,000 കൊടുക്കേണ്ടത്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് രോഗികളെ അറുക്കുക എന്ന് പറയുന്ന ഒരു സമീപനം. നിങ്ങൾ നേഴ്സുമാരാണ്, നിങ്ങൾ കാണുന്നതാണ്. രോഗികളെ അറുക്കുന്നൊരു സമീപനം ഇവർ കാണിക്കുന്നുണ്ട്. കൊള്ള ലാഭം തന്നെയാണ് രോഗം വിറ്റിട്ട് ഇവർ നേടുന്നത്. അപ്പോൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു 40,000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ എന്താ പറയാ, നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ സമരം ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പറയുകയല്ല, മൊത്തത്തിൽ പറയുകയാണ്. ഇത്തരത്തിൽ രോഗികളെ അറുക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ്, അവരെ പിഴിയുന്നത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ്, കോടികൾ അതിന്റെ മാനേജ്മെന്റുകൾ ഉണ്ടാക്കുന്നു. ആ സമയത്തും നിങ്ങൾക്ക് ശമ്പളം തരാതിരിക്കുന്നതിനെ ആ ഒരു എന്താ പറയാ, ആ ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? അത് നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഒരുപാട് അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ആശുപത്രിയിൽ വന്ന് രോഗം ചികിത്സിച്ച് തിരിച്ചു പോകുമ്പോൾ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരായാലും രോഗികളായാലും ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന നഴ്സുമാരോടാണ്. ഇവരിതെല്ലാം കഴിഞ്ഞ് ബില്ല് വാങ്ങി തിരിച്ചു പോകുമ്പോൾ ആ ബില്ലിൽ അടിച്ചിരിക്കുന്ന തുക കണ്ടിട്ട് അവർ ഞെട്ടിയിട്ട് അവരാദ്യം ആ വിഷമം അറിയിക്കുന്നത് നഴ്സുമാരോടാണ്. അതോടൊപ്പം അതിൽ മറ്റൊരു തുക കൂടെ ഉണ്ട്, നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട്. അടിക്കുന്ന ബില്ലിൻ്റെ ഏതാണ്ട് 45 മുതൽ 50% വരെ ആ നഴ്സിംഗ് ചാർജേഴ്സാണ് അടിക്കുന്നത്. അത്രയും വലിയൊരു എമൗണ്ട് അടിച്ച് നഴ്സിംഗ് ചാർജ് എന്ന പേരിൽ അടിച്ച് മേടിച്ചിട്ടും അതിൻ്റെ ഒരു 20% പോലും ഇപ്പോഴും തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ചോദിക്കുന്ന 1333 രൂപ എന്ന് പറയുന്ന ശമ്പളം തന്നാലും ഇവർ നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന കാശിൻ്റെ 40% പോലും ആകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഒരു നേഴ്സ് എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് 2 കുട്ടികളുണ്ട്. നാളെ എൻ്റെ മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ അവരും നേഴ്സിൻ്റെ മക്കൾ എന്നും നേഴ്സോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിക്കോട്ടെ, അവരുടെ മക്കൾ മുതിർന്ന് വരരുത് എന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കിട്ടുന്ന 20,000 രൂപയിൽ മുന്നോട്ട് പോകുന്തോറും ഇപ്പോൾ ഉള്ള സ്കൂൾ ഫീസുകൾ, അവരെ എനിക്ക് വളർത്തണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ എനിക്ക് ഈ ബേസിക് സാലറി കിട്ടുന്ന 20,000 കൊണ്ട് എനിക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. പുറത്തോട്ട് പോകാൻ പറ്റാത്തത് എൻ്റെ മക്കൾ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് അവിടെ മീൻസ് അവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നാട്ടിൽ തന്നെ തുടരുന്നത്. ആസ്റ്ററിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും നാളിവിടെ വർക്ക് ചെയ്തു, ഇനിയും എനിക്കിവിടെ വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ അടിസ്ഥാന ശമ്പളം കുറച്ച് കൂട്ടി തന്നാൽ ഇവിടെ തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഇപ്പോൾ സമരം ഞങ്ങളുടെ അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജനങ്ങളും ചിന്തിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളെ ഇന്ന് തിരിഞ്ഞു നോക്കാൻ വേറെ ആരുമില്ല, ഈ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജനങ്ങളോടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആരുമില്ല. നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഞങ്ങൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഏറ്റവും ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെ, അപ്പനെ അമ്മയെ പോലെ ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും സ്നേഹത്തോടെ കെയർ ചെയ്ത് നിങ്ങളുടെ രോഗം ശമിച്ച് നിങ്ങൾ നല്ലൊരു കെയർ കിട്ടി പോകണമെന്ന് ആഗ്രഹിച്ച് കെയർ ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ തെരുവിലാണ്. ഇന്ന് തെരുവിൽ കടന്നിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസം കഴിയുന്നു. ഞങ്ങൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ ഇത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 1333 രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലേ എന്ന് നിങ്ങളും ചിന്തിക്കുക. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. കൂലിപ്പണിക്കാരന് 1300 1500 ശമ്പളം കൊടുക്കുന്ന ഒരു നാട്ടില്, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ഒരു നാട്ടില്, അതുപോലെ തന്നെ പെയിന്റ് പണിക്കാരന് 1300 1500 ശമ്പളം കിട്ടുന്ന ഒരു നാട്ടില്, ഇവിടെ ഒരു കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് ഇന്ന് പല ആളുകളും ഇവിടെ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് നമ്മൾക്കൊപ്പരം നിന്ന ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഫോട്ടോ എടുക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് റീച്ച് കൂട്ടാൻ ഉപയോഗിച്ച മാലാഖ എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ച അതേ നേഴ്സുമാര് അവർക്ക് വേണ്ടിയിട്ട് 1337 രൂപ ആ ഒരു ശമ്പളം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 40,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം കൊടുക്കാൻ തയ്യാറാവാതെ, ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാതെ, ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്തു കൊള്ളട്ടെ, ഇവരുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇവരൊക്കെ വിദേശത്തേക്ക് പോയിട്ട് വലിയ ശമ്പളം വാങ്ങിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഉളുപ്പും നാണവും മാനവും ലെവലേശം ഉണ്ടാവണം എന്നത് മാത്രമാണ് ശരിക്കും പറയുവാനുള്ളത്. എന്തായാലും UN ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ത്യാഗം, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളോട് അല്ലെ രോഗികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതമൊക്കെ മാറ്റിവെക്കുന്ന പല സന്ദർഭങ്ങളും, പലരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമത്തിൽ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ അധികാരികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമാപണം ചോദിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം
നമ്മളെ ഉൾപ്പെടെ ഭരിക്കുന്ന ആളുകൾ നിങ്ങളെ തഴയുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ സമരം മുന്നോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും 40,000 രൂപ അടിസ്ഥാന ശമ്പളം നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നിടം വരെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് തന്നെ അറിയിക്കുകയാണ്.